പവിത്ര സീരിയലിന്റെ കഴിഞ്ഞ എപ്പിസോഡില് വേദ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും വേദയെ കൂടെ കൊല്ലാനാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും എത്തിയതെന്നുള്ള ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ കുഞ്ഞിന്റെ കാര്യത്തിൽ വേദയ്ക്ക് പേടിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ബോഡി വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അച്ഛോ. അച്ഛൻ പറയും വേദയും വിക്രമിനെയും കണ്ടിട്ടാവാം തീരുമാനങ്ങളൊക്കെ. അങ്ങനെ ഡോക്ടർ അവിടുന്ന് പോകും. അപ്പോഴേക്കും അച്ഛനൊരു കോള് വരും കേട്ടോ. സംസാരിക്കുന്നതായിട്ട് അച്ഛൻ ഞെട്ടും. കട്ട് ചെയ്ത് കഴിഞ്ഞാല് മേരിയോടും അവിടെ ഉള്ളവരോടായിട്ട് പറയും വിക്രമിനെ കൊലക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നേ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഭയക്കൂട്ടോ. വേദ എവിടെ? റൂമിലുണ്ടെന്ന് മേരി പറയുമ്പോൾ അവർ റൂമിലേക്ക് ചെല്ലാം. എന്നാൽ അവിടെ പോയി നോക്കുമ്പോഴാണെങ്കിൽ വേദയെ കാണുന്നില്ല. വേദ അവിടുന്ന് മിസ്സിങ് ആട്ടോ. പിന്നീട് കാണിക്കുന്നത് ജില്ലാ കോടതിയിലാണ്. അവിടെ വിക്രമിന്റെ അച്ഛനും അമ്മയും അതുപോലെ വേദയുടെ അച്ഛനും രാജേട്ടനും ജോസഫൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് വരും. എന്നിട്ട് ശങ്കരൻ ഇവരെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ അവരുടെ അടുത്ത് വന്ന് വയ്ക്കും, മരുമോൻ എത്തിയില്ലേ? ഇന്ന് വേദാന്നല്ല ആര് വിചാരിച്ചാലും അവനെ കോടതിയിൽ നിന്ന് രക്ഷിക്കാനാവില്ല. നിങ്ങളുടെ ഭാര്യ സഹോദരനെ വർഷയുടെ അച്ഛനെ അവൻ കൊലപ്പെടുത്തിയത് പോലീസിന്റെ മുന്നിൽ വെച്ച ദൃക്സാക്ഷി പോലീസാണ്. അപ്പൊ മാഷു പറയും അവനൊരു ജീവൻ എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും. അപ്പൊ ശങ്കരൻ പറയും അക്കാര്യത്തിൽ മാഷ് ഒറ്റയ്ക്കല്ല, അവനെ കൊടുക്കാനുള്ള നിന്റെ കളിയില് അത് ഞാൻ സമ്മതിക്കില്ല ശ്രീകാന്ത്. ശ്രീകാന്ത് ചിരിച്ചിട്ട് പറയും യുറോണൻ, നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇതുവരെ ഞാൻ നടത്തിയതേ കളിയുടെ മുന്നൊരുക്കായിരുന്നു. ഇനി ആ കളിയില് എനിക്ക് കൂട്ടായി നിൽക്കുന്ന ഒരാളെ അവൻ ഇല്ലാതാക്കി. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വരികയാണ്. പകരം മറ്റൊരാൾ വന്നിട്ടുണ്ട്. ആരാണെന്ന് അറിയണ്ടേ? അങ്ങനെ അവര് നോക്കുമ്പോ ദർശനായിരിക്കും എന്ന് ഇറങ്ങി വരുന്നത്. ദർശനെ കാണുന്നതും ഇവർ ഞെട്ടിപ്പോകും. അച്ഛന് ബലിയിട്ടുള്ള വരവാണേ. ഇത്രയും കാലം കൂടെ നിന്നൊരുത്തനെ അച്ഛനെ കൊന്നെന്നറിയുമ്പോ ഏത് മകന്റെയും മനസ്സ് മാറും. എല്ലാവരും ആകെ ഷോക്കായിരിക്കണേ. ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് വേദ വരുന്നത് കേട്ടോ. ഒരു ഓട്ടോയിൽ വരുന്നത്. എന്നിട്ടൊരു മരത്തിന്റെ അവിടെ ഇങ്ങനെ മുഖം മറച്ച് നിൽപ്പുണ്ട് കേട്ടോ. സാരി തുമ്പോണ്ട് ഇവരെ ഇങ്ങനെ നോക്കും. പക്ഷെ അപ്പോഴായിരിക്കും ദർശൻ വരുന്നത് കാണുന്നത്. ദർശനെ കാണുമ്പോൾ വേദയ്ക്കൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ദർശനെ കാണും, കാര്യങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവും ദർശൻ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ. എന്നിട്ട് അവർ രണ്ടുപേരും കൈപിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ വേദ അങ്ങ് ഞെട്ടിപ്പോകും. കൂടാതെ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് കാണുമ്പോൾ വേദ ആകെ ഷോക്കാവാ. അങ്ങനെ ശ്രീകാന്തെ ദർശനെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ദർശൻ വന്നിട്ട് പറയും, എന്നും ഞാൻ വേദയോടൊപ്പമായിരുന്നു എൻ്റെ അച്ഛൻ. ഇനി ഇനി ഞാനത് അവളോടൊപ്പം നിൽക്കില്ല. ശങ്കരൻ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വേണ്ട അങ്കിൾ, അതിനുള്ള സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദർശൻ അവിടുന്ന് പോവാണേ. ശ്രീകാന്ത് ഇങ്ങനെ ശങ്കരനെയൊക്കെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കട്ടോ. ശങ്കരൻ ദർശന്റെ പിന്നാലെ പോകുന്നുണ്ട്. വേദയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അവിടെ നിൽപ്പാട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ ആ കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് വേദ കാണുമ്പോൾ വേദ ശങ്കരന്റെ അടുത്തേക്ക് ചെല്ലാട്ടോ. വേദ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് വരും. അപ്പൊ വേദ അങ്ങോട്ട് പോകാതെ അവിടെ മറന്നു നിൽക്കാട്ടോ. അങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാ കാലത്തും വേദയാണ് വലുത്. വേദയ്ക്ക് എല്ലാം സ്നേഹവും സ്വത്തും സമ്പത്തും എല്ലാം വേദയ്ക്ക്. നിങ്ങളുടെ അച്ഛനെ ആ കുരുട്ടുബുദ്ധി ഓതി കൊടുത്തത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ആ സ്ഥാപനങ്ങളുടെ അവകാശം അവൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കാണെന്നുകൂടി ബില്ല് എഴുതി വെച്ചപ്പോൾ ബാക്കി രണ്ടു മക്കളെയും നിങ്ങൾ എഴുതി തള്ളി. അപ്പോൾ ശങ്കരൻ പറയും, എല്ലാത്തിന്റെയും 20% അവകാശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ. ശ്രീകാന്ത് പറയും, പക്ഷേ ഉടമസ്ഥാവകാശം അവൾക്കും അവളുടെ മക്കൾക്കും. ഞാൻ വരും നടത്തിപ്പുകാരൻ. ശങ്കരൻ പറയും, എന്റെ ബാക്കിയുള്ള സ്വത്തുക്കൾ നിനക്ക് ദീപ്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പക്ഷഭേദം കാണിച്ചിട്ടില്ല. എല്ലാം സ്വന്തമാക്കാൻ നീയാണ് ശ്രമിച്ചത്. അതിനെ നിനക്ക് ഓതി തന്നത് ചന്ദ്രശേഖരനും. വേദയെ ദർശനെ കൊണ്ട് കല്യാണം കഴിക്കാൻ മോഹിച്ചതും ആ വഴിയെല്ലാം സ്വന്തമാക്കാനായിരുന്നല്ലേ? ശ്രീകാന്ത് പറയും, അതെ, അതുകൊണ്ടല്ലേ അതിനിടയിലേക്ക് വന്നു കയറിയവനെ കൊന്നുകളയാൻ ഞാൻ തീരുമാനിച്ചു. ശങ്കരൻ ചോദിക്കും, എന്നിട്ട് അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയോ? നോക്കിക്കോ, ഈ കോടതിയിൽ നിന്ന് ഞാൻ വിക്രമിനെ പുറത്തിറക്കും. ഇനി അവൻ എന്റെ മകളുടെയോടൊപ്പം ജീവിക്കും. അവർക്കുണ്ടാവുന്ന മക്കൾ നീ പറയുന്ന എല്ലാ സ്വത്തുക്കളുടെയും അവകാശം. ഇനി നീ അത് അനുഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ശ്രീകാന്ത് പറയും, അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മകളെ അങ്ങ് കൊല്ലും. വേദയും ഞെട്ടും ശങ്കരനും. ശ്രീകാന്തേ? അപ്പൊ ശ്രീകാന്ത് പറയും, കോടതിയാണ്, വെറുതെ ഡ്രാമ കളിക്കാൻ നിൽക്കണ്ട. വേദ ഇതെല്ലാം കേട്ട് വയറിൽ കൈവച്ച് ഇങ്ങനെ കരയാട്ടോ. എന്നിട്ട് മുത്തശ്ശി പണ്ട് പറഞ്ഞു കൊടുത്ത കഥയെക്കുറിച്ചൊക്കെ പറയും. അമ്മാവനെ കൊല്ലാൻ പിറവിയെടുത്ത പെങ്ങളുടെ മക്കളുടെ കഥ. അതിലെ അമ്മാവനാണ് ഞാൻ. പെങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന ആ അമ്മാവൻ. പിന്നെ നിങ്ങളുടെ മകളുടെ പിന്നാലെ എന്റെ ആൾക്കാരുണ്ട്. ഇന്നലെ അവള് രക്ഷപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ അവളെ എവിടെ ആര് കണ്ടാലും തീർത്തിരിക്കും. ഡാ എന്ന് ശങ്കരൻ ഉച്ചത്ത് വിളിക്കുമ്പോ ബഹളം ഉണ്ടാക്കണ്ട. ഇത്രയും കാലം ഞാൻ നോക്കി നടത്തിയത് എന്റെ സ്ഥാപനങ്ങളാ. ഏതോ തെണ്ടിക്കുണ്ടാവുന്ന നിങ്ങളുടെ മകളുടെ കുട്ടികളെ അതിന്റെ അവകാശിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊന്നുകളയും ഉറപ്പ് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോകുമ്പോ വേദ വയറിൽ കൈവച്ച് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. അപ്പോഴേക്കും വിക്രമിനെ പോലീസുകാർ കൊണ്ടുവരും. ഇത് കാണുന്ന ശ്രീകാന്ത് പറയും, ദാ മരുമകനെ പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട്, പോയി ആനയ്ക്ക് എന്ന് പറയുമ്പോൾ ശങ്കരനെ അവിടുന്ന് പോവാണേ. ശ്രീകാന്ത് പൊട്ടിച്ചിരിക്കാട്ടോ. അങ്ങനെ വിക്രമിനെ ഇറക്കി കൊണ്ടുവരുന്നത് കാണുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് കമലമ്മ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും പോലീസുകാർ വിക്രമിനെ അവിടെ ഒന്നും നിർത്താൻ പോലും സമ്മതിക്കാതെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ കോടതിക്ക് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ. വേദ ഇതെല്ലാം കാണുന്നുണ്ട്. വിക്രം ഇങ്ങനെ പോകുമ്പോൾ അടുത്തേക്കൊന്നും പോകാൻ പോലും കഴിയാതെ അവിടെ നിന്ന് കരയാണ് വേദ.
അങ്ങനെ നിൽക്കുമ്പോൾ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മനസാക്ഷി മുന്നിൽ വന്നിട്ട് പറയും, വേദ ഇവിടെയാണ് നീ നിർണായ തീരുമാനം എടുക്കേണ്ടത്. വേദ പറയും, ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ കുഞ്ഞിനെ ബാധിക്കും ഇല്ലയോ? അതെങ്ങനെ പറയാൻ പറ്റും? നീ ധൈര്യമുള്ള പെണ്ണല്ലേ? ഈ നാട്ടിലെ നിയമവും നീതിയും ഇല്ലേ? അച്ഛൻ്റെ മാത്രമല്ല ഒരു ന്യായാധിപന്റെ മുന്നിൽ നിന്നാ അയാൾ അങ്ങനെ പറഞ്ഞത്. വിക്രത്തിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമോ? അപ്പോൾ മനസാക്ഷി പറയും, നിനക്ക് കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൂടെ? നീ ഒരു വക്കീൽ കൂടിയാണ്, കോടതിയുടെ കാര്യങ്ങൾ വിശദീകരിക്കും. നിന്റെ അച്ഛൻ നിനക്ക് അനുകൂലമായി മൊഴി പറയില്ല. ശ്രീകാന്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചൂടെ? വേദ പറയും, ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾ എന്തോ കരുതി വെച്ചിട്ടുണ്ടെന്നല്ലേ അർത്ഥം? മനസാക്ഷി പറയും, അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാ നിന്റെ അച്ഛൻ നിന്നെ സംരക്ഷിക്കില്ലേ? വിക്രമിന്റെ വീട്ടുകാർ നിന്റെ കൂടെ നിൽക്കില്ല. അയാൾ എന്നെ കൊല്ലുന്ന ഭീഷണി മുഴക്കിയല്ലേ ഉള്ളൂ. അത് കോടതിയുടെ മുന്നിൽ, അപ്പോഴത്തെ ദേശത്തിന്റെ മുന്നിൽ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ കോടതി വാണിംഗ് കൊടുത്ത് വിട്ടയക്കേയുള്ളൂ. അപ്പോഴും ഭീഷണിയുണ്ട്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അയാൾക്ക് എത്രയോ വഴികളുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കുറേ സമയം അവിടെ നിന്ന് കരയും. അതിനുശേഷം എന്തോ തീരുമാനിച്ച പോലെ വേദ കോടതിക്കകത്ത് പോവാതെ പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. ഇതേ സമയം ജില്ലാ കോടതിയിലെ വിക്രമിനെ 3 ദിവസത്തിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ജാമ്യം കൊടുക്കുന്നില്ല. വേദ ഇതെല്ലാം മറ്റൊരു ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഈ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കും, ഒരു കംസനും ഞാൻ ഇതിനെ വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞ് ഈ ഭൂമി തന്നെ വളരും, വിധിച്ചിട്ടുള്ള എല്ലാ അവകാശവും ആ കുഞ്ഞ് തന്നെ നേടും. അതുവരെ ഏതിരുട്ടിലും മറിഞ്ഞു നിന്നാലും ഒരിക്കൽ ഞാൻ തിരിച്ചു വരും. പിന്നീട് കോടതിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. കമലമ്മ ഇങ്ങനെ കരയുമ്പോൾ, വിക്രം തെറ്റൊന്നും ചെയ്തില്ലെന്ന് നമുക്കറിയില്ലേ എന്ന് പറഞ്ഞ് ശ്രീജ അമ്മയെ സമാധാനിപ്പിക്കാട്ടോ. അപ്പോഴേക്ക് ശങ്കരൻ വന്നിട്ട് പറയും, ഇതിനേക്കാളും മുകളിലും കോടതിയുണ്ട്. അല്ല വേദ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ശങ്കരനൊന്നും പറയാൻ പറ്റുന്നില്ല. വേദ ഇവിടെ അതൊരു മറുപടി പറയാണ്ട് നിൽക്കാട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് വിക്രം വരുമ്പോൾ മോനെന്ന് വിളിച്ച് കമലമ്മ കെട്ടിപ്പിടിക്കണേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് കോടതിയിൽ തെളിയിക്കും. എന്നിട്ട് ചുറ്റിലും നോക്കും, വേദ എവിടെ? അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ? ശങ്കരൻ പറയും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. മാഷ് പറയും, അവള് വരും, ജയിലിൽ വന്ന് കാണും, നിന്നെ കാണാതിരിക്കാൻ അവളെ കൊണ്ടാവില്ല. അപ്പോഴേക്കും ശ്രീനി സാറും വരും. എന്നിട്ട് പറയും, നീ ധൈര്യത്തിൽ പോയിട്ട് വാ, പുറത്ത് ഞങ്ങളുണ്ട്, നീ അധിക കാലം അകത്ത് കിടക്കില്ല. വേദ വന്നാലേ ശ്രീനി സാർ കൂട്ടി വരണം. ശ്രീനി പറയും, ഉറപ്പായും. അല്ല, പുളിക്കലിന്റെ മരണത്തിന് പിന്നിലെ അനിയൻകുട്ടനായതുകൊണ്ടാണോ അനിയൻകുട്ടനെ അവരില്ലാതാക്കിയത്? എന്നിട്ടും നീ അകത്തും എല്ലാം ചെയ്ത് ശ്രീകാന്ത് പുറത്തും. അപ്പോൾ വിക്രം പറയും, എല്ലാത്തിനും എനിക്ക് തീർക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഞാനും വേദയും ഒരുമിച്ച് നിയമത്തിന്റെ വഴി അത് തെളിയിക്കും എന്ന് വിക്രവും പറയും. അപ്പോൾ ശങ്കരൻ പറയും, ഞാൻ ഒരിക്കൽ കൂടെ വക്കീൽ കുപ്പായം അണിയാൻ പോവാണേ, അത് നിനക്കും വേദയ്ക്കും വേണ്ടി. എനിക്കിപ്പോൾ 3 മക്കളേ ഉള്ളൂ, വേദയും ദീപ്തിയും നീയും എന്ന് പറഞ്ഞ് വിക്രമിനെ കെട്ടിപ്പിടിക്കണേ. അത് കാണുമ്പോൾ സങ്കടമുണ്ട്, എന്ന സന്തോഷമുണ്ട്. മതി സാർ, ബാക്കി ജയിലിൽ വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് വിക്രമിനെ കൊണ്ടുപോവാട്ടോ. അപ്പൊ രാജേട്ടനും ജോസഫും അടുത്തേക്ക് ചെല്ലും. സോറി രാജേട്ടാ, അവനെ എനിക്ക്. അപ്പോഴേക്കും പോലീസുകാർ വിക്രമിനെ കൂട്ടിക്കൊണ്ടുപോവാണ്. അവരും കരയാ. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദർശൻ അങ്ങോട്ട് വന്ന് വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക. ദർശൻ എന്ന് വിക്രം വിളിക്കുമ്പോൾ ദർശൻ പറയും, ആര് വിചാരിച്ചാലും നീ ഇനി പുറം ലോകം കാണില്ല, എന്റെ അച്ഛന്റെ ചോരയ്ക്ക് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വിക്രം ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോവാണേ. ദർശന്റെ ഈ മാറ്റമേ. അങ്ങനെ വിക്രമിനെ കൂട്ടി അവർ വണ്ടിയിലങ്ങ് പോകും. അത് അവരെല്ലാവരും ഇങ്ങനെ സങ്കടത്തിൽ നോക്കി നിൽക്കാട്ടോ. ശേഷം വേദ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഒരു ഓട്ടോയിൽ കയറണേ. എങ്ങോട്ടാ പോകേണ്ടതെന്ന് നിൽക്കുമ്പോൾ കുറച്ച് ദൂരേക്കാന്ന് പറയും. റെയിൽവേ സ്റ്റേഷനിലേക്കാണോ? അപ്പോൾ വേദ അതേന്ന് മൂളിയിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഓട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഒരു ട്രാഫിക്കിൽ കുടുങ്ങാട്ടോ. അപ്പം വേദ കയറിയ ഓട്ടോയും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ വിക്രമിനെ കൊണ്ടുപോകുന്ന വാഹനമാട്ടോ ഉള്ളത്. രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്തുണ്ട്. എന്നാൽ അവർ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. എന്നാൽ വേദ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നത് അപ്പുറത്തെ സൈഡിലേക്കാണ്. അതേപോലെ വിക്രം നോക്കുന്നത് മറ്റേ സൈഡിലേക്കും. അവർ പരസ്പരം കാണുന്നില്ല. അങ്ങനെ ആ സിഗ്നൽ ഓൺ ആവുന്ന സമയത്ത് 2 വണ്ടിയും 2 വഴിക്കാണ് പോകുന്നത്. 2 അറ്റങ്ങളിലേക്കാണ് അവരുടെ ഈ യാത്ര. കാലം അവരെ മറ്റൊരു ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടിക്കും വരെ വീണ്ടും ഒരു വിരഹകാലം. ഒരു നീതിക്കും നിതാന്തമായി വേർപിരിക്കാനാവാതെ പ്രണയ ജീവിതത്തിനായി പവിത്രം തുടരുന്നുള്ള ആ ഒരു വാക്കുകളിലൂടെ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്. വേദയ്ക്കൊരു കുഞ്ഞൊക്കെ ജനിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.